മുടിക്കായലിലെ അന്ന നടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ ഇഷ്ടമാണോ. ഹലോ, ടെക്കി ട്രാവലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഷോർട്സിൽ കൂടെയും അല്ലെങ്കിൽ വോയിസ് ഓവറിൽ കൂടെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോയുടെ ഫ്രണ്ടിൽ, അതായത് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് ഷോർട്ട് വീഡിയോസ് ആണ്. അപ്പോൾ ഇന്നൊരു ലെങ്തി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫ് ഡേ ആണ്. അപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലുള്ള മൺട്രോ ഐലൻഡിലേക്കാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വിശേഷങ്ങളും ഇന്നത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഒരു മാസമായി കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട്. എനിക്ക് ഇപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. എനിക്ക് കൂടുതലും ഷോർട്ട് വീഡിയോസ് ഇടാനാണ് ഇഷ്ടം, കാരണം അധികം സമയം എടുക്കില്ല എഡിറ്റ് ചെയ്യാൻ. പക്ഷെ കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ എന്തായാലും ഇതൊരു ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ 2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ മൺട്രോ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് ഇവിടെ. മൺട്രോ ഐലൻഡിൽ വന്നാൽ ഉറപ്പായിട്ടും ചെയ്യേണ്ടത് ബോട്ടിംഗ് ആണ്. 2 മണിക്കൂറത്തേക്കും 1 മണിക്കൂറത്തേക്കും അരമണിക്കൂറത്തേക്കും ഒക്കെ ഇവിടെ ബോട്ടിംഗ് അവൈലബിൾ ആണ്. ഇദ്ദേഹമായിരുന്നു ഞങ്ങളുടെ സാരഥി അഭിലാഷ് ഏട്ടൻ. 2 മണിക്കൂറത്തെ പാക്കേജാണ് ഞങ്ങൾ എടുത്തത്. 1000 രൂപയാണ്. മാക്സിമം 7 പേർക്ക് വരെ പോകാൻ പറ്റും ഇതിനകത്ത്. 2 മണിക്കൂറത്തെ പാക്കേജ് എടുത്താൽ നമുക്ക് ഈ മൺട്രോ ഐലൻഡ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ബോട്ടിംഗ് ഏജൻസീസിലെ ആൾക്കാർ വന്ന് നമ്മളോട് ഇങ്ങനെ റേറ്റിന്റെ കാര്യമൊക്കെ പറയും. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. ഒരു സജഷൻ മാത്രം, വരുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വരാൻ ശ്രമിക്കുക. വെള്ളപ്പൊക്കത്തിന് പെട്ടെന്ന് വെള്ളം ഒഴുകി മാറാൻ വേണ്ടി ആൾക്കാരെ കൊണ്ട് വിട്ട് ചാറ അപ്പുറത്ത് നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാം. ഈ അഷ്ടമുടി കായൽ എവിടെയാണ്? അഷ്ടമുടി കായൽ എവിടെയാ? അഷ്ടമുടി കായൽ ഈ പുത്തനാറും കല്ലടയാറും ചെന്നിറങ്ങുന്ന അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിന്റെ ഭാഗമായ കാഞ്ഞിരോട്ട് കായലോട്ട് നമ്മൾ പോയാൽ കാഞ്ഞിരോട്ട് കായൽ. ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു. നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ ഇവിടെ വന്ന് എത്തിയത്. വെയിലെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലേക്ക് കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പം നമ്മൾ അവിടെ കുറച്ചു നേരം നിർത്തി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിവതും ഒരു 4 മണി 5 മണി സമയത്ത് വരാൻ ശ്രമിക്കുക. ആ സമയത്ത് നല്ല ക്ലൈമറ്റ് ആണ്, ഇത്ര ചൂടൊന്നും കാണത്തില്ല. 6 മണി വരെയാണ് ഇവിടെ ബോട്ടിംഗ് അലൗഡ് ആയിട്ടുള്ളത്. ഇതുപോലെ കായലിൻ്റെ ചില ഭാഗങ്ങളിൽ ആഴം കാണില്ല, അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇത് സ്കൂൾ വെക്കേഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത്. മൺട്രോ ഐലൻഡ് ഒരു 1 ഡേ ഔട്ടിങ്ങിന് പറ്റിയൊരു സ്പോട്ടാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ കൂടെയൊക്കെ വന്ന് അടിച്ചു പൊളിക്കുക. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇത് പാർട്ട് 1 ആയിട്ട് ഇരിക്കട്ടെ. ഇനിയും മൺട്രോ ഐലൻഡിൻ്റെ വിശേഷങ്ങളുണ്ട്, അത് നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ കാണിക്കാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.